ഹായ് ഫ്രണ്ട്സ്, ജോയ്സ് സ്റ്റാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നു. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇറങ്ങി വെക്കണമെന്ന് ഓർത്ത് പറമ്പിലോട്ട് ഇറങ്ങിയപ്പോൾ കിട്ടിയ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് കാണിക്കണമെന്ന് വിചാരിക്കണം വീഡിയോ ആണിത്. ആദ്യം പറമ്പിലോട്ട് ചെന്നപ്പോൾ കിട്ടിയതാണ് ഈ കൊടപ്പനാട്ടോ, വാഴക്കൂമ്പാണ്. ഞങ്ങളൊക്കെ കൊടപ്പൻ എന്ന് പറയും കേട്ടോ, വാഴക്കൂമ്പ്. ഇത് പാളയംകുടം ഞാലിപ്പൂവൻ്റെ ഉണ്ട്. ഇത് ഞാലിപ്പൂവൻ്റെ വാഴക്കൂമ്പാണ്. ഇത് ഒരു ചിലവർ പറയും, അല്ല എനിക്കും തോന്നാറുണ്ട് ചെറിയ രീതിയിൽ നേരൊരു കയ്പ്പൊക്കെ ഉണ്ടാവും, പക്ഷേ കുഴപ്പമില്ല. ഞാൻ കറിയൊക്കെ വെക്കാറുണ്ട്, ഇത് തോരനായിട്ട് ഉണ്ടാക്കാറുണ്ട്. ഇത് ഈ പാളയംകുടം വാഴ കണ്ട, ഇതിനങ്ങനെ വലിയ കയ്പ്പൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഈ രണ്ട് കുടപ്പന്നെ ആദ്യം എനിക്ക് കിട്ടി. പിന്നീടാണ്ടതേ നോക്കിയപ്പോൾ കപ്പ വറുത്തുമ്പോൾ കപ്പങ്ങ ഉണ്ടായി കിടപ്പുണ്ട്. അപ്പോൾ ഒരെണ്ണം അത് പറിച്ചെടുത്തു. പിന്നെ അപ്പുറത്തോട്ട് നോക്കിയപ്പോഴാണ്ടാ നമ്മൾ ചട്ടിയിലൊക്കെ നട്ടേക്കണ തക്കാളികളിൽ കുറച്ചൊക്കെ പഴുത്തേക്കണേ. അപ്പം നമ്മൾ അതിനെ കുറച്ചൊക്കെ അങ്ങോട്ട് ഇന്നെടുത്ത് കറിക്കായിട്ട് എടുത്തേക്കാനിട്ടാ കണ്ട. ഇത് ഒരെണ്ണം വാഴയുടെ പിണ്ടിയാണ് കേട്ടോ. ഇത് കുറച്ച് ദിവസം ഇങ്ങനെ ഒടിഞ്ഞ് കിടക്കണത്. അപ്പം നമ്മൾ അതിന് കുറച്ചൊക്കെ വെട്ടിയെടുത്ത് കുറച്ചൊക്കെ അപ്പുറത്തിപ്പുറത്തൊക്കെ എല്ലാവർക്കും കൊടുത്ത് ഉണ്ടാ. ഇതപ്പോൾ ചെറുപയറൊക്കെ ഇട്ടൊക്കെ ഒലത്തിയാൽ നല്ലതായിരിക്കും. അടുത്തത് ഇതാണ് കേട്ടോ കണ്ട, മുരിങ്ങയില ഉണ്ടാ കണ്ട. അവിടെ മുരിങ്ങാക്കോലൊക്കെ ഉണ്ടായി അതൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. കർക്കിടക ഇത് എടുക്കില്ല, ഇപ്പം നമുക്ക് എടുക്കാം. കുറച്ച് മുരിങ്ങയുടെ ഇലയും എടുത്ത് ഇത് തോരനാക്കും. നമ്മൾ പുറത്ത് കടയിലൊക്കെ പോയി പച്ചക്കറിയൊക്കെ മേടിച്ച്, വിഷമൊക്കെ ഉള്ള പച്ചക്കറിയൊക്കെ മേടിച്ച് കഴിക്കുന്നതിലൊക്കെ നല്ലത് നമ്മുടെ പറമ്പിൽ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുകയല്ലേ നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ പച്ചക്കറികൾ ഇന്നെടുത്ത വിളവൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കണത്. ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത്ര നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ താങ്ക്